സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് മലയാളത്തിന്റെ നമ്പർ 1 റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ രേണു സുധി എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രേണുവിന്റെ കഴിവ് തന്നെയാണ്. സീസൺ 5-ൽ മത്സരാർത്ഥിയായി ഹൗസിലേക്ക് അഖിൽ മാരാർ പ്രവേശിക്കുമ്പോൾ നെഗറ്റീവ് ഇമേജ് ആയിരുന്നു താരത്തിന്. എന്നാൽ ആദ്യ ദിവസം മുതൽ കളം നിറഞ്ഞു നിന്ന് നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് ടൈറ്റിലും വിൻ ചെയ്തിട്ടാണ് അഖിൽ വീട്ടിലേക്ക് തിരിച്ചുപോയത്. രേണുവിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലൊരു ഗെയിം സ്ട്രാറ്റജി അല്ല രേണുവിൻ്റേത്. കഴിഞ്ഞ ദിവസം നടന്ന തലവേദന ഗെയിമിലെ രേണുവിന്റെ പ്രതികരണം തന്നെയാണ് അതിന് ഉദാഹരണം. സുധിച്ചേട്ട എന്ന് വിളിച്ച് സെൻറ്റി കാർഡ് ഇറക്കി രേണു ഒറ്റപ്പെട്ട് ഇരിക്കുമെന്നാണ് ഹൗസ്മേറ്റ്സും പ്രേക്ഷകരും ഒക്കെ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. വേണ്ട രീതിയിൽ പ്രതികരിച്ച് മുന്നോട്ട് പോവുക മാത്രമാണ് രേണു ചെയ്തത്. സെൻറ്റി കാർഡ് രേണുവിന്റെ ഗെയിം പ്ലാൻ അല്ല എന്നത് തലവേദന വഴക്കിലൂടെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുറത്ത് ഇത്രയധികം നെഗറ്റീവ് ഇമേജ് രേണുവിനുള്ളതുകൊണ്ട് മത്സരാർത്ഥികളെല്ലാം തന്നെ രേണുവിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. ചെറിയൊരു കേസിനാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഹൗസ്മേറ്റ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും. നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.